എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീ നന്ദനാരുടെ ഒരു ചെറുകഥയാണ്. കഥ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് കഥ കേൾക്കാം. അയാൾ നഗരത്തിൽ ബസ്സിറങ്ങിയപ്പോൾ സമയം സന്ധ്യയാകുന്നതേയുള്ളൂ. കുറച്ചുകൂടി താമസിച്ചു വന്നാലും മതിയായിരുന്നുവെന്ന് തോന്നി. ഏതായാലും എത്തിയില്ലേ, ഇനി കഴിയുന്നതും വേഗം ഹോട്ടലിൽ മുറിയെടുക്കാം. ഏത് ഹോട്ടലിലാണ് മുറിയെടുക്കേണ്ടത്? ഒട്ടും സംശയിക്കേണ്ടതില്ല. നഗരത്തിൽ വരുമ്പോൾ എന്നും താമസിക്കാറുള്ള ഹോട്ടലിൽ തന്നെ. സ്വീപ്പർ തൊട്ട് മാനേജർ വരെ എല്ലാവരും പരിചയക്കാരാണ് അവിടെ. ജനനിബിഡമായ തെരുവീതിയിൽ കൂടി ഹോട്ടൽ ലക്ഷ്യമാക്കി അയാൾ നടന്നു. എന്തൊരു ജനത്തിരക്ക്! നാളെ ഈ നേരത്ത് ഇക്കാണുന്ന ജനങ്ങളെല്ലാം ഈ ഭൂമുഖത്ത് തന്നെ കാണുമോ? അതിനകം എത്രയെത്ര പേർ മരണമെന്ന ശാശ്വത സത്യത്തിൽ ലയിച്ചിരിക്കും. അവരിലൊരാൾ താനായിരിക്കില്ലേ? ഇരുട്ട് വിരുദ്ധനായ ഒരു ഇഴജന്തുവിനെ പോലെ നഗരത്തെ വിഴുങ്ങാൻ ഇഴഞ്ഞിഴഞ്ഞടുക്കുന്നു. ഹോട്ടലിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് കൗണ്ടറിലിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെയാണ്. ഉപചാരപൂർവ്വം ഒന്ന് അനങ്ങിയിരുന്നു കൊണ്ട് ചെറുപ്പക്കാരൻ ചോദിച്ചു, കണ്ടിട്ട് കുറേ ദിവസമായല്ലോ. അയാൾ ചിരിച്ചു. വീണ്ടും ചോദ്യം, നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അസുഖം വല്ലതും? ഒന്നുമില്ല, വെറുതെ ചോദിച്ചുനേ ഉള്ളൂ കേട്ടോ. ചെറുപ്പക്കാരൻ കീബോർഡിൽ തലങ്ങും വിലങ്ങും ദൃഷ്ടികൾ പായിച്ചു. മുകളിൽ മുറികളൊന്നും ഒഴിവില്ലല്ലോ. ഒക്കെ ഒരു കല്യാണ പാർട്ടിക്കാർ ഓക്യുപ്പൈ ചെയ്തിരിക്കുക. താഴത്തില്ലേ? താഴത്തുണ്ട്. ഒക്കെ നല്ല മുറികളാണ്. മുകളിലത്തെ പോലെ ഫ്രഷ് എയർ കിട്ടില്ലെന്ന ഒരൊറ്റ ദൂഷ്യമേയുള്ളൂ. ഓ, അത് സാരമില്ല. ഹോട്ടലിൽ കുറച്ചു ദിവസം സുഖമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതിയല്ല വന്നിട്ടുള്ളത്. ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം ഒരു മുറിയിൽ കഴിയണം, അത്രമാത്രം. അതിന് ഫ്രഷ് എയറും മറ്റും എന്തിന്? ഒരാവശ്യവുമില്ല. ചെറുപ്പക്കാരൻ തടിച്ച രജിസ്റ്റർ ബുക്ക് എടുത്ത് തുറന്ന് അയാളുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു. രജിസ്റ്റർ ബുക്കിലെ കോളങ്ങൾ തികഞ്ഞ ശ്രദ്ധയോടെ അയാൾ പൂരിപ്പിച്ചു. പേരും മേൽവിലാസവുമെല്ലാം വടിവത്ത അക്ഷരത്തിലാണ് എഴുതിയത്. ആർക്കും വായിക്കാൻ വിഷമമുണ്ടാകരുത്. ആർക്കറിയാം തൻ്റെ മേൽവിലാസം നാളെ ആർക്കെല്ലാമാണ് ആവശ്യമായി വരികയെന്ന്? ഹോട്ടൽ മാനേജർക്ക്, ഡോക്ടർക്ക്, പോലീസുകാർക്ക്, സുഹൃത്തുക്കൾക്ക്. രജിസ്റ്റർ ബുക്കടച്ച് ചെറുപ്പക്കാരൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ച് പേഴ്സിൽ നിന്ന് 10 ഉറുപ്പ്യയുടെ നോട്ടെടുത്ത് അയാൾ മേശപ്പുറത്ത് വെച്ചു. ചെറുപ്പക്കാരൻ്റെ മുഖത്ത് അത്ഭുതഭാവം. ഇതെന്താണിത്? അഡ്വാൻസ്? ഇത് പതിവുള്ളതല്ലല്ലോ. ഞങ്ങൾ അഡ്വാൻസ് ചോദിക്കുകയോ സാറ് തരികയോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അറിയാം. പക്ഷേ ഇന്നിതിരിക്കട്ടെ. വേണോ? സാരമില്ലെന്നേ. ശരി, സാറിൻ്റെ ഇഷ്ടം. ചെറുപ്പക്കാരൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കീബോർഡിൽ നിന്ന് ഒരു താക്കോലെടുത്ത് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. ഹോട്ടലിൻ്റെ താഴത്തെ വരാന്തയിൽ ബെൽ ശബ്ദം മുഴങ്ങി. കാക്കി നിക്കറും വെളുത്ത ഷർട്ടും ധരിച്ച മുച്ചുണ്ടൻ റൂം ബോയ് ഓടിയെത്തി. സാറിന് താഴത്ത് 14-ാം നമ്പർ റൂം. ബെഡ്ഷീറ്റും പില്ലോ കേസും എടുത്തോ. താക്കോലിതാ. പയ്യൻ താക്കോൽ വാങ്ങി. സാറ് നടന്നോളൂ, ബെഡ്ഷീറ്റും പില്ലോ കേസുമായി ഞാൻ ഇതാ എത്തി. മുച്ചുണ്ടൻ പയ്യൻ തെന്നിത്തെറിക്കുന്ന ചിലമ്പിച്ച അക്ഷരസ്ഫുടതയില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. മുറിയിലേക്ക് നടക്കുമ്പോൾ മുച്ചുണ്ടൻ പയ്യനെക്കുറിച്ച് ഓർത്തു. പാവം പയ്യൻ. മുച്ചുണ്ട് ഓപ്പറേഷൻ ചെയ്ത് ശരിപ്പെടുത്താൻ സാധിക്കുമെന്ന് ഹോട്ടലിൽ വരുമ്പോഴൊക്കെ അവനെ ഓർമ്മിപ്പിക്കാറുണ്ട്. നഗരത്തിലെ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ വിദഗ്ധമായ ഒരു പ്ലാസ്റ്റിക് സർജറി വിഭാഗമുണ്ട്. മിടുമിടുക്കനും സേവനതൽപരനുമായ സർജനെ കാണാൻ എന്താണ് അവൻ അമാന്തിക്കുന്നത്? എന്തോ. അയാൾ മുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും കിടക്കവിരിയും പില്ലോ കേസുമായി പയ്യൻ ഓടിയെത്തി. അവൻ മുറി തുറന്ന് ലൈറ്റിട്ടു. പാതി മടക്കി വെച്ച ഡൺലപ്പ് കിടക്ക നിവർത്തിയിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു. മൺകൂജയിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന് വെച്ചു. സാറേ, ഞാൻ പോകട്ടെ? വല്ലതും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പയ്യൻ മുറിയിൽ നിന്ന് ഓടിപ്പോയി. അയാൾ ലെതർ ബാഗ് മേശപ്പുറത്ത് വെച്ചു. വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഈ ബാഗ് പോലും എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ തോന്നി വെറുതെ കൈവീശി പോകേണ്ടല്ലോ, എടുത്തേക്കാമെന്ന്. വികാരാധീനനാകുമ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റാതെ വരുന്നു. മുറിയുടെ അടച്ചിട്ട കണ്ണാടി ജനാലയിലൂടെ റോഡിലെ ചലനങ്ങൾ കാണാം. ഒരു പാർശ്വവീക്ഷണം. ജനൽ തുറക്കുന്നത് ഫുട്പാത്തിലേക്കാണ്. അയാൾ ജനൽ തുറന്നു. മുന്നിൽ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ചലനങ്ങളുടെയും ശബ്ദങ്ങളുടേതുമായ ഒരു ലോകം. റോഡിൻ്റെ അങ്ങേഭാഗത്ത് ഫുട്പാത്തിലാണ് തിരക്കധികം. ജനം നടന്ന് നടന്ന് നീങ്ങുന്നത് അയാൾ നോക്കി നിന്നു. നടത്തത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെയാണോ അവർ നീങ്ങുന്നത്? ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ അവർക്ക്? ആർക്കറിയാം.
അയാൾ ഷർട്ടൂരി സ്റ്റാൻഡിൽ തൂക്കി. ബാഗിൽ നിന്ന് തോർത്ത് മുണ്ടെടുത്ത് അയാൾ ബാത്റൂമിലേക്ക് വന്നു. വിശാലമായ ബാത്റൂം. ടാപ്പ് തുറന്ന് പരിശോധിച്ചു. വെള്ളത്തിന് നല്ല ഫോഴ്സുണ്ട്. കുളിക്കണോ? എണ്ണയും സോപ്പും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ ഒരു വെറും കുളിയാകാം. ക്ഷീണം മാറാൻ നന്ന്. പക്ഷേ ഇന്ന് കുറച്ച് ക്ഷീണം ആവശ്യമല്ലേ? പല വിധത്തിലും അത് ഉപകരിക്കില്ലേ? ക്ഷീണത്തെ ശരീരത്തിന് ആവശ്യമായ ഒരു പശ്ചാത്തലമായി, അടിത്തറയായി നിലനിർത്തുകയല്ലേ ഇന്നാവശ്യം? അതെ, അതാണ് വേണ്ടത്. കുളിക്കേണ്ട. കാലും മുഖവും കഴുകി അയാൾ ബാത്റൂമിൽ നിന്നും പോന്നു. സമയം 8:30 മണിയെങ്കിലുമായി കാണും. വല്ലതും കഴിക്കണോ? വിശപ്പില്ല. എന്നാലും സ്വല്പം വല്ലതും. അവസാനത്തെ അത്താഴത്തിന് ലഹരിയും നോൺ വെജിറ്റേറിയൻ ശാപ്പാടും വേണോ? ഇന്നതു വേണോ? അന്തരാത്മാവ് പറയുന്നു വേണ്ടെന്ന്. ലഹരിയും മത്സ്യമാംസ ഭക്ഷണവും ഇന്ന് വേണ്ട. പിന്നെ ഇന്നെന്താണ് വേണ്ടത്? അയാൾ ഫുട്പാത്തിലേക്കുള്ള ജനലടച്ചു. പെട്ടെന്ന് ശബ്ദങ്ങൾ നിലച്ചതുപോലെ തോന്നി. ഷർട്ടെടുത്തിട്ട് ഫാനും ലൈറ്റും ഓഫ് ചെയ്ത് മുറി പൂട്ടി പുറത്തേക്കിറങ്ങി. കൗണ്ടറിനടുത്ത് എത്തിയപ്പോൾ ചെറുപ്പക്കാരൻ്റെ ക്ഷമാപണ സ്വരം. അസൗകര്യം വല്ലതുമുണ്ടെങ്കിൽ ക്ഷമിക്കണം. കല്യാണ പാർട്ടിക്കാർ നാളെ രാവിലെ തന്നെ പോകും. ഉടൻ മുകളിലേക്ക് മാറാം. അയാൾ പുറത്തേക്ക് നടന്നു. ഹോട്ടലിൻ്റെ ഗേറ്റിനടുത്തുള്ള പെട്ടിപ്പീടികയ്ക്ക് കച്ചവടക്കാരനുമായി സംസാരിച്ചു നിൽക്കുന്ന മുച്ചുണ്ടൻ പയ്യൻ അയാളെ കണ്ടപ്പോൾ തല ചൊറിഞ്ഞുകൊണ്ട് ഓടിയെത്തി. സാറിന് ഊണ് പാഴ്സൽ വേണ്ടേ? വേണ്ട, പോയി കഴിച്ചോളാം. ഇതാ ഒരു സിനിമ കണ്ടോ? അയാൾ അവന് ഒരു ഉറുപ്പിക കൊടുത്തു. മുനിസിപ്പൽ ടവർ ക്ലോക്കിൽ 9 അടിച്ചു. വാച്ചില്ലെങ്കിലും സമയത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണ ശരിയാണെന്ന് അയാൾക്ക് തോന്നി. സുഹൃത്തുക്കളെ ആരെയും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫുട്പാത്തിൻ്റെ ഒരരികിലൂടെ അയാൾ നടന്നു. ഒരു ബ്രാഹ്മണാൾ ഹോട്ടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അയാൾ നിന്നു. ആഹാരം ഇവിടെ നിന്ന് കഴിക്കാം. നല്ല രസം കാണും. രസം കൂട്ടി സ്വല്പം ചോറുണ്ണാം. വിശപ്പില്ലെങ്കിലും അത്താഴപ്പട്ടിണി കിടന്നുകൂടാ. അവസാനത്തെ അത്താഴം അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഊണിനുള്ള ടിക്കറ്റ് എടുത്ത് ഡൈനിങ് ഹാളിൻ്റെ ഒരൊഴിഞ്ഞ മൂലയിൽ വന്നിരുന്നു. വിളമ്പുകാരൻ സ്വാമി അടുത്തു വന്നപ്പോൾ പറഞ്ഞു, ചോറും രസവും മാത്രം. ഒരു നിമിഷത്തിനകം എല്ലാം മുമ്പിലെത്തി. ഉണ്ണാൻ ശ്രമിച്ചു നോക്കി. പറ്റുന്നില്ല. രുചി തോന്നിയതേയില്ല. വിശപ്പില്ലെങ്കിൽ എങ്ങനെ രുചി തോന്നും? 2 വറ്റു വാരി തിന്നു. ഗ്ലാസ്സിലെ രസം മുഴുവൻ കുടിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് കൈ കഴുകി. നല്ലൊരു സിഗരറ്റ് വലിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സിഗരറ്റ് കട ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഒരു വിൽസ്. ഒരു പാക്കറ്റോ? അല്ല, ഒരെണ്ണം. പൊളിച്ച പാക്കറ്റ് ഇല്ലല്ലോ സാറേ. വിനയ സ്വരത്തിലാണ് കടക്കാരൻ്റെ സംസാരം. ശരി, എന്നാൽ ഒരു പാക്കറ്റ് തന്നെ തന്നേക്കൂ. ഒരു തീപ്പെട്ടിയും. സിഗരറ്റ് പാക്കറ്റും തീപ്പെട്ടിയും കയ്യിൽ കിട്ടിയപ്പോൾ ഒരു രസത്തിനെന്നോണം അയാൾ അവ തിരിച്ചും മറിച്ചും നോക്കി. ജീവിതത്തിൽ അവസാനമായി വാങ്ങുന്ന സിഗരറ്റും തീപ്പെട്ടിയും. എന്നിട്ട് പാക്കറ്റ് തുറന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു വലിച്ചു. സിഗരറ്റിനും ഒരു രുചിയും തോന്നിയില്ല. കുഷ്ഠരോഗിയായ ഒരാൾ അയാളുടെ മുമ്പിൽ വന്നു നിന്നു. സിഗരറ്റ് കടക്കാരൻ ബാക്കി തന്ന നാണയത്തുട്ടുകൾ എത്രയാണെന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ അയാൾക്ക് കൊടുത്തു. കുഷ്ഠരോഗിയുടെ കണ്ണുകൾ തിളങ്ങി. നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അയാൾ ഉരുവിട്ടു. തനിക്ക് അവസാനത്തെ ആശംസകൾ നേരുന്നത് ഒരുപക്ഷെ ഈ കുഷ്ഠരോഗി ആയിക്കൂടായികയില്ല. വേച്ചുകൊണ്ട് നടന്നകലുന്ന അയാളെ നോക്കി നിന്നു. തീരാവ്യാധി, ദാരിദ്ര്യം, മറ്റെല്ലാവിധ അവശതകളും. എന്നിട്ടും ലോകത്തിൽ എത്ര പേർ ജീവിക്കുന്നു? അവരെയെല്ലാം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? ഇത്ര ആസക്തിയോ ജീവിക്കാൻ? വേണമെങ്കിൽ ജീവിതമൊടുക്കാൻ നിഷ്പ്രയാസം സാധിക്കില്ലേ? റോഡിലൂടെ പെട്ടെന്നൊരു ജനപ്രവാഹം ഒഴുകി അകന്നുപോയി. ഫസ്റ്റ് ഷോ സിനിമ കഴിഞ്ഞു പോകുന്നവർ. മുനിസിപ്പൽ ടവർ ക്ലോക്ക് വീണ്ടും ശബ്ദിച്ചു 10 പ്രാവശ്യം. എത്ര വേഗം 10 മണിയായി. ഹോട്ടലിലെത്തിയപ്പോൾ കൗണ്ടറിൽ സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടില്ല. പകരം ഒരു വൃദ്ധനാണ്. വൃദ്ധൻ ചിരിച്ചു. സിനിമയ്ക്ക് പോയതായിരിക്കും. ഓ അല്ല, വെറുതെ ഒന്ന് കറങ്ങി. ഹോട്ടൽ ജീവനക്കാർ ഉറങ്ങാൻ കിടപ്പുവട്ടങ്ങളുമായി മുകളിലേക്ക് കോണി കയറി പോയിക്കൊണ്ടിരിക്കുന്നു. മുറി തുറന്ന് ലൈറ്റിട്ട് ഷർട്ടൂരി സ്റ്റാൻഡിൽ തൂക്കി. നടന്നു വന്നതുകൊണ്ടാകാം ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. തോർത്തുമുണ്ടെടുത്ത് ശരീരമാസകലം ഒന്ന് തുടച്ചു. റോഡും ഫുട്പാത്തും വിജനം. ജനലിന് നേരെ താഴെ ഫുട്പാത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ചുവട്ടിൽ വിരിച്ച കീറച്ചാക്കിൽ ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്നു. കുഞ്ഞിൻ്റെ തലയ്ക്കൽ ഭാഗത്ത് ഒരു ഭാണ്ഡക്കെട്ട്. അയാൾ ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. ബാഗിൽ നിന്ന് എഴുതാത്ത ഡയറി എടുത്ത് വെറുതെ പേജുകൾ മറിച്ചു നോക്കി.
പേരും മേൽവിലാസവും പോലും ഡയറിയിൽ എഴുതിയിട്ടില്ല. എന്തിനാണ് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇതെടുത്തത്? എഴുതാത്ത കടലാസിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയാകാം. പക്ഷേ എഴുതാത്ത കടലാസിൻ്റെ ആവശ്യമില്ല. ആർക്കും ഒന്നും എഴുതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ ദൃഢചിത്തതയോടെ ബാഗിൽ നിന്നും ഉറക്ക ഗുളികയുടെ കുപ്പിയെടുത്തു. മരണം ഗുളികകളുടെ രൂപത്തിൽ കുപ്പിയിൽ പതുങ്ങിക്കിടക്കുന്നു. മരണത്തിൻ്റെ മണിനാദം കേൾക്കുന്നുണ്ടോ? ഗുളികകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കഴിക്കണം. ഇടവേള അരുത്. ഗുളികകൾ മേശപ്പുറത്ത് ചൊരിഞ്ഞ് എണ്ണി നോക്കി. എണ്ണം ശരിയാണ്, 100. മൺകൂജയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിൽ പകർന്ന് നിറച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ലോകത്തിൽ ബന്ധങ്ങൾക്കിടയിൽ താൻ ഏകൻ, ഒറ്റപ്പെട്ട മനുഷ്യൻ. ധൈര്യപൂർവ്വം ആദ്യത്തെ ഗുളിക എടുത്തു. ചൂണ്ടുവിരലിൻ്റെയും പെരുവിരലിൻ്റെയും ഇടയിൽ ഒതുക്കിയിരിക്കുന്ന ഗുളിക വിഴുങ്ങാൻ വായ തുറന്നില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ഫുട്പാത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ. വിരലുകൾക്കിടയിൽ ഗുളികയുമായി അയാൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അയാൾ ജനാലയ്ക്കടുത്ത് വന്ന് നോക്കി. കൈകാലുകളിട്ടടിച്ച് വാതോരാതെ കരയുന്ന കുഞ്ഞ്. എന്തുപറ്റി? വല്ലവരും വേദനിപ്പിച്ചുവോ? പെട്ടെന്ന് റോഡിൻ്റെ എതിർവശത്ത് നിന്ന് ഒരു സ്ത്രീ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിക്കിതച്ചെത്തി. അവൾ കുട്ടിയെ വാരിയെടുത്ത് നിലത്തിരുന്നു. എന്തുപറ്റി മോന്? അമ്മയുടെ മോന് എന്തുപറ്റി? അമ്മയുടെ സാന്ത്വന വാക്കുകൾ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ ഉതകുന്നില്ല. മോന് വിശക്കുന്നുണ്ടാവും. അമ്മിഞ്ഞു കുടിക്കണം അല്ലേ? അമ്മ തരാലോ. അവൾ കുഞ്ഞിന് പാൽ കൊടുത്തു. കുഞ്ഞിൻ്റെ കരച്ചിൽ പെട്ടെന്ന് നിന്നു. അമ്മയുടെ മോൻ വിശന്ന് കരയായിരുന്നു അല്ലേ? അവൾ വാത്സല്യപൂർവ്വം കുഞ്ഞിൻ്റെ ദേഹമാസകലം തലോടി. അമ്മയും കുഞ്ഞും, ജീവിതത്തിൻ്റെ 2 കണ്ണികൾ. അയാൾ നിർനിമേഷം നോക്കി നിന്നു. അനർഘമായ നിമിഷങ്ങൾ, കവിത തുളുമ്പി നിൽക്കുന്ന നിമിഷങ്ങൾ. ഇതിൽ കൂടുതൽ മനോഹരമായ ഒരു ജീവിത ദൃശ്യം ലോകത്തിൽ മറ്റെന്തുണ്ട്? നോക്കി നിൽക്കവേ താൻ പുതിയൊരു മനുഷ്യനായി തീരുന്നത് പോലെ അയാൾക്ക് തോന്നി. ജീവിതം സുന്ദരമാണ്, അഭികാമ്യമാണ്, അനുഭവ സങ്കീർണമാണ്. പുതിയൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന പോലെ അയാൾ മേശപ്പുറത്ത് നിന്ന് ഗുളികകൾ മുഴുവൻ എടുത്ത് ബാത്റൂമിലേക്ക് ധൃതിപ്പെട്ട് നടന്നു. ബാത്റൂമിൽ എത്തേണ്ട താമസം ഗുളികകൾ മുഴുവൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു. നീണ്ടുനിന്ന ജലപ്രവാഹത്തിൻ്റെ ശബ്ദവും ശക്തിയും ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. പിന്നീട് ഉറച്ച കാലടി വെപ്പുകളോടെ അയാൾ ബാത്റൂമിൽ നിന്നും പോന്നു. ആശ്വാസം, സംതൃപ്തി, ആകപ്പാടെ ഒരു നവോന്മേഷം. ജീവിതം സുന്ദരമാണ്. ജീവിതം അവസാനിക്കുന്നില്ല. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.